ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് ഫുള്ളി ഒരു ട്രാവൽ വീഡിയോ ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഞങ്ങൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ നാടായ ഇടുക്കിയിലോട്ട് പോകുന്ന വഴിയാണ്. നോർമലി നമ്മൾ പോകുമ്പോൾ കുറച്ച് ഏർലി മോർണിംഗ് പോയിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുന്ന പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. ബട്ട് ഇത്തവണ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ പോകുമ്പം അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ലൊക്കേഷൻസിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏലപ്പാറ റൂട്ടിലാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഹൈ റേഞ്ചിലോട്ട് പോകുന്നവർക്ക് അത് അറിയാൻ പറ്റും. നമ്മൾ പത്തനംതിട്ട വഴിയാണ് പോവാറ്. പത്തനംതിട്ട വഴി വന്നിട്ട് കോട്ടയം ടച്ച് ചെയ്ത് മുണ്ടക്കയം, പിന്നെ കുട്ടിക്കാനം, ഏലപ്പാറ അങ്ങനെ പോവാറ്. പിന്നെ നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് കുമളി വഴിയും വീട്ടിലോട്ട് പോവാറുണ്ട്. ഇപ്പം കുട്ടിക്കാനം ടു കട്ടപ്പന റോഡ് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. കിഫ്ബി പ്രോജക്ട്സിൽ അത് കുറച്ച് നാളായി നടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു മാസം മുമ്പ് പോയപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പ്രോഗ്രസ്സിങ് ആണ്. ഇപ്പം കുറച്ചും കൂടെ റോഡ് നന്നായിട്ടുണ്ട്. അപ്പം ചില സമയം ഈ ഒരു ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുമളി റൂട്ടിലൂടെയും പോവാറുണ്ട്. നമ്മൾ ഈ ട്രാവൽ പോയിട്ട് തിരിച്ച് വന്നത് കുമളി റൂട്ടിലൂടെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഏലപ്പാറ എത്തുന്നതിന് മുമ്പ് ഒരു ലൊക്കേഷനിൽ കണ്ടപ്പോൾ നിർത്തിയെടുത്ത ഫോട്ടോസും വീഡിയോസും ആണിത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ നമ്മൾ അവിടെ നിൽക്കാൻ കാരണം തന്നെ കുറേ ആളുകൾ ആ ഒരു സ്പോട്ടിൽ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് കുറേ പേര് ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ ചെറിയൊരു ഐസ്ക്രീം ഷോപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഏരിയയിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് ഇടയ്ക്കൊന്ന് സ്റ്റേ ചെയ്ത് പോകുന്ന പോലെ ഉള്ളൊരു ഏരിയ ആയിരുന്നു അത്. നമ്മളവിടെ ജസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ ചാറി വന്നായിരുന്നു. അപ്പോൾ ചാറി വന്നപ്പോൾ നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ജസ്റ്റ് നമ്മൾ ഒന്ന് ഇറങ്ങി കയറിയിട്ടിങ്ങ് പോന്നു. അതാണ്. മഴ കണ്ടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വണ്ടിയിൽ കയറി അഗെയിൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് മഴ മാറി. നേരത്തെ ഒക്കെ ഈ റോഡ് ഭയങ്കര നാരമായിരുന്നു. ഒരു ബസ് ഫ്രണ്ടിൽ പോയാൽ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. റോഡ് അത്യാവശ്യം നല്ലോണം വൈഡൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കട്ടപ്പന കഴിഞ്ഞിട്ട് രാമക്കൽമേട് പോകുന്ന വഴിയാണിത്. ഇനി ചുറ്റും നോക്കുമ്പോൾ അറിയാം പക്ക വില്ലേജിലോട്ടായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏലകൃഷി, കുരുമുളക് അങ്ങനത്തെ കൃഷികളാണ് കൂടുതലും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ലാൻഡിൻ്റെ ഏരിയ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് 3 സെൻറ്റ് 5 സെൻറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, പക്ഷേ ഇവിടെ ഏക്കർ കണക്കിനായിരിക്കും സ്ഥലങ്ങൾ. അപ്പോൾ ഒരാളുടെ പ്ലോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ പ്ലോട്ടിലെത്തണമെങ്കിൽ നമ്മൾ ഏക്കറുകൾ ക്രോസ് ചെയ്ത് വരേണ്ടി വരും. പണ്ടൊക്കെ നമ്മുടെ ലാൻഡിൽ മിക്സഡ് ആയിട്ടുള്ള കൃഷികളായിരുന്നു. കുരുമുളക്, കാപ്പി അങ്ങനെ മിക്സഡ് ആയിട്ടായിരുന്നു. ഇപ്പം മോസ്റ്റ്ലി എല്ലാവരുടെയും ലാൻഡിൽ ഏലകൃഷിയാണ്. മുമ്പൊക്കെ ഹൈ റേഞ്ചിലോട്ട് വരുന്നവർക്ക് റോഡ് ഒരു ഇഷ്യൂ ആയിരുന്നു. ഇപ്പം പക്ഷേ എല്ലാ റോഡും നല്ലോണം ഡെവലപ്പായിട്ടുണ്ട്. ഇപ്പം പോകാനും വരാനും ഒക്കെ നല്ല സൗകര്യമാണ്. കുറച്ച് ലോങ്ങാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ക്ലൈമറ്റും എല്ലാം അടിപൊളി ആയതുകൊണ്ട് എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ലൊക്കേഷനാണ് ഹൈ റേഞ്ച് ഏരിയ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മുടെ ഏരിയ ഒക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ കുന്ന് കയറി അങ്ങ് പോകണം നമ്മുടെ നാട്ടിലെത്താൻ. എൻ്റെ വീട്ടിൽ എത്താറായപ്പോഴത്തേക്ക് വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വീടിൻ്റെ ആ ലൊക്കേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കാറ്റാടിപ്പാടം വിൻഡ് മിൽ പ്രോജക്റ്റൊക്കെ ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഒരു ഷോർട്ട് കട്ടിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല സ്ലോപ്പായിട്ടുള്ളൊരു റോഡാണ് കേട്ടോ അത്. അപ്പം കാറ് കുറച്ച് സ്ലോ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കാറ്റാടി കറങ്ങുന്നതും. പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും. ഈ ഒരു കയറ്റം കയറി നമ്മൾ എത്തുന്നത് ഒരു സ്ട്രെയിറ്റ് ലൊക്കേഷനിലാണ്. അവിടെ നിന്നാൽ അതിൻ്റെ ഡൗൺ സൈഡും വാലിയൊക്കെ അടിപൊളിയാണ്. നല്ല മഞ്ഞൊക്കെ ആണെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ്. മോസ്റ്റ്ലി എല്ലാവരും രാമക്കൽമേട് കാണാൻ വരുന്നവരൊക്കെ ഈ ഒരു ലൊക്കേഷനിൽ വന്ന് ഫോട്ടോസ് എടുത്തും ഒക്കെ പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ആ വണ്ടിയുടെ മൂവ്മെൻറ്റ് കാണുമ്പോഴേ അറിയാൻ പറ്റും നല്ലൊരു സ്ലോപ്പി ടെറൈനാണെന്നുള്ളത്. ഏകദേശം നമ്മളവിടെ എത്താറായി. അവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. അതിപ്പം സീസൺ ടൈമിൽ മാത്രമേ അവരവിടെ കച്ചവടമൊക്കെ ചെയ്യുള്ളൂ. മഴ ആയതുകൊണ്ട് അവിടെ ഒന്നും ആരും ഉണ്ടാവില്ല. അപ്പം നമ്മളവിടെ നിർത്തിയിട്ട്
ജസ്റ്റ് ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ എടുത്തായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് നമുക്കും ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. നല്ലൊരു കാറ്റടിക്കുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മളവിടെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുഷ് ചെയ്തുകൊണ്ട് പോകുന്ന പോലത്തെ കാറ്റവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ രാമക്കൽമേടിനോട് ഏറ്റവും അടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, രാമക്കൽമേടാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലം. സോ ഈ ഒരു ലൊക്കേഷനിലും അതുപോലെ തന്നെയാണ്, നല്ലോണം കാറ്റുണ്ട്. നമ്മുടെ വീടൊക്കെ ഇരിക്കുന്ന ലൊക്കേഷനിലാണെങ്കിൽ തന്നെ നല്ലോണം കാറ്റടിക്കുന്ന സ്ഥലമാണ്. മഴയും മഞ്ഞും കാറ്റും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമാണ് ഇവിടെ അത്യാവശ്യം ചൂടുള്ള സമയം. ബാക്കി എല്ലാ സമയത്തും ഒരു നോർമൽ ക്ലൈമറ്റാണ് ഇവിടെ. ഇവിടെ ചൂട് കൂടുന്ന സമയമാണെങ്കിൽ തന്നെ നമുക്ക് ഫാനിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എൻ്റെ വീട്ടിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് അച്ഛനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പം. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ കുറച്ച് ലേറ്റായിട്ട് എണീറ്റ്, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോഴി, താറാവ്, ആട്, പൂച്ച, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടി ജിംബ്രൂട്ടൻ. എല്ലാവരെയും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, നല്ല മഴയും ഒരു തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. പിന്നെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് സമയം കുറവായിരുന്നു ഇത്തവണ. ഷൂട്ട് ചെയ്യാനൊന്നും ഒത്തിരി സമയം കിട്ടിയില്ല. നമ്മൾ 2 ദിവസം മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി. അന്നപൂർണേശ്വരി ദേവീക്ഷേത്രമാണ്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ പോകുന്ന അമ്പലമാണ്. എൻ്റെ സ്കൂളിൽ പോകുന്ന വഴിക്കും ഒക്കെ നമ്മൾ ഡെയിലി വിസിറ്റ് പോലെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു അമ്പലമാണ്. ഇപ്പം നാട്ടിൽ വന്നാൽ അമ്പലത്തിൽ പോകുക എന്നുള്ളത് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ഡേ മോൻ മലയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ തിരിച്ച് വന്നത് കുമിളി വഴിയാണ്. കാരണം ഏലപ്പാറ റൂട്ടിൽ റോഡ് കംപ്ലീറ്റായിട്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടേൺ വരുമ്പം കുമിളി വഴി പോകാമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുമിളി വഴി വന്ന വഴിക്ക് വണ്ടിപ്പെരിയാറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലൊക്കേഷനിൽ നിന്നപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ടീ എസ്റ്റേറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എവിടെയെങ്കിലും നല്ല ലൊക്കേഷൻസായിട്ട് നമുക്ക് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് നേരം ഇറങ്ങി സ്പെൻഡ് ചെയ്യാറുണ്ട്. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളത് സൂക്ഷിക്കാറുമുണ്ട്. അതുപോലൊരു സ്ഥലമാണ് മറ്റേ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്. എപ്പോഴും ഈ വഴിക്ക് പോകുന്നവർക്ക് അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണെന്ന് തന്നെ പറയാം. കുറേ ടീ ഷോപ്സും സ്നാക്സും ഒക്കെ അവിടെ കിട്ടും. ഇപ്പം വെള്ളം കുറവാണ്. നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ആ വാട്ടർഫോൾസിലെ വെള്ളം ശരിക്കും റോഡ് വരെ വരും. ആ ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് പോലൊക്കെ വന്നിട്ട് ആ ഒരു ലൊക്കേഷൻ അടിപൊളിയാണ് കാണാനായിട്ട്. ഹൈ റേഞ്ചിലോട്ട് കയറിയിട്ട് നല്ലൊരു ടീ കിട്ടുന്ന സ്ഥലവും ഇതാണ്. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് മഴയായിരുന്നു, അതുകൊണ്ട് നമുക്കവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ റിട്ടേൺ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ ടീ ഒന്നും കുടിച്ചില്ല, കാരണം നമുക്ക് ഇതിലും അടിപൊളി ഒരു ലൊക്കേഷൻ അറിയാം. അതുകൊണ്ട് നമ്മൾ ആ ഒരു ടീ ലൊക്കേഷനിലാണ് സാധാരണ ടീ, ഒരു ചെറിയ ഷോപ്പാണ്, അവിടെ പോയിട്ടാണ് നമ്മൾ എപ്പോഴും ടീ കുടിക്കാറ്. സോ അത് നമ്മൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ലൊക്കേഷനിൽ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യും. കുറച്ച് മങ്കിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ വന്ന് നിന്ന് നമുക്ക് കണ്ടിട്ട് കുട്ടികൾക്കാണെങ്കിലൊക്കെ ഇഷ്ടപ്പെടും. അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്ന് എല്ലാം നോക്കിയിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ടീ ഷോപ്പ്. ഞങ്ങളവിടെ ഇറങ്ങി എപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും വടയും സ്നാക്സും ഒക്കെ കഴിക്കാറുണ്ട്. ചെറിയൊരു ഷോപ്പാണ്. മുണ്ടക്കയം കഴിഞ്ഞിട്ട് ഹൈ റേഞ്ചിലോട്ട് പോകുന്ന ഒരു ടേൺ ആയിട്ട് വരുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഷോപ്പുള്ളത്. നമ്മൾ കഴിച്ച ഏകദേശം പകുതിയായിരുന്നു. വന്നപ്പോഴാണ് ഈ ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ, എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചത്. ഒരു ചേട്ടനും ചേച്ചിയുമാണ് ആ ഒരു ഷോപ്പ് നടത്തുന്നത്. ഒരു കുട്ടി ഷോപ്പാണ്, പക്ഷേ ഇവിടുത്തെ സ്നാക്സും ടീയും അടിപൊളി ടേസ്റ്റാണ്. ഇവിടുന്ന് കയറിയിട്ട് നമ്മൾ ഡയറക്റ്റ് ട്രിവാൻഡ്രം പോയി വീട്ടിലെത്തി. അത്രയേ ഉള്ളൂ ഗൈസ്.